നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചങ്ങരംകുളത്ത് ഷീറ്റ് വർക്കിനിടെ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്നും പൈപ്പ് പൊട്ടി താഴെ വീണ് വെൽഡിംഗ് തൊഴിലാളികൾക്ക് ഗുരുതര പരിക്ക്. കപ്പൂർ കോഴിക്കര സ്വദേശി ജിഷിൽ, പുത്തൻപള്ളി സ്വദേശി മോഹനൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചങ്ങരംകുളം ടൗണിൽ ചിറവല്ലൂർ റോഡിൽ കെട്ടിടത്തിന് മുകളിൽ ഷീറ്റ് വർക്ക് ചെയ്യുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. വെൽഡിംഗ് ചെയ്യുന്നതിനിടെ പൈപ്പ് പൊട്ടി രണ്ടുപേരും താഴേക്ക് വീഴുകയായിരുന്നു. 30 അടിയോളം ഉയരത്തിൽ നിന്നാണ് ഇരുവരും താഴെ വീണത്. പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജിഷിലിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വിനോദയാത്രയ്ക്ക് പോയ മദ്രസ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് ഡിവൈഡറിൽ ഇടിച്ച് അപകടം. ഒരു വിദ്യാർത്ഥിനി മരിച്ചു, ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വെളിയങ്കോട് മദ്രസയിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ് ഡിവൈഡറിൽ ഇടിച്ചാണ് ഒരു വിദ്യാർത്ഥിനി മരിച്ചത്. കൊണ്ടോട്ടി സ്വദേശി കാർലിക്കാടൻ മുജീബ് മകൾ 17 വയസ്സുള്ള ഫാത്തിമ ഹിബയാണ് മരിച്ചത്. പൊന്നാനി ചാവക്കാട് ദേശീയപാതയിൽ വെളിയങ്കോട് ബീവിപ്പടി പാലത്തിന് മുകളിൽ തിങ്കളാഴ്ച പുലർച്ചെ 3:45 അപകടം. കൊണ്ടോട്ടി പള്ളിമുക്ക് ഹയാത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിൽ നിന്നും വാഗമണ്ണിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിന്റെ അരികിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഗുരുതര പരിക്കേറ്റ കൊണ്ടോട്ടി സ്വദേശിനി കക്കാട്ടായിൽ വീട്ടിൽ സിദ്ദിഖ് മകൾ 12 വയസ്സുള്ള ഫിദ ഹന്നയെ കോട്ടയ്ക്കൽ ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പിയിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും നടത്തിയത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ അനുശോചിച്ചുകൊണ്ടാണ് പട്ടാമ്പിയിൽ മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും ചേർന്നത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ നടത്തിയത്. പട്ടാമ്പി ടൗണിൽ നിന്നുമാണ് മൗനജാഥ ആരംഭിച്ചത്. തുടർന്ന് മേലെ പട്ടാമ്പിൽ വെച്ചായിരുന്നു അനുസ്മരണ യോഗം ചേർന്നത്. മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ കീഴായൂർ അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ, P വിജയകുമാർ, KP വാപ്പുട്ടി, P മനോജ്, KR നാരായണസ്വാമി, C സംഗീത, ET ഉമ്മർ, ജിതേഷ് മോഴിക്കുന്നം, റഷീദ് തങ്ങൾ മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. 1991-96 കാലഘട്ടത്തിലാണ് അദ്ദേഹം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായി. ആ സമയത്താണ് നമ്മുടെ ഇന്ത്യയിൽ സാമ്പത്തിക രംഗം വളരെയധികം ശോചനീയമായ അവസ്ഥയിലായിരുന്നു. നമ്മുടെ കരുതൽ ധനം പോലും വിദേശ രാജ്യങ്ങളിലേക്ക് പണയം വയ്ക്കേണ്ട അവസ്ഥ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതുവരെ തുടർന്നു പോന്ന ആ സോഷ്യലിസ്റ്റ് സാമ്പത്തിക രീതി മാറിക്കൊണ്ട് അദ്ദേഹം ഉദാരവൽക്കരണത്തിലൂടെ ഒരു വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചു. അത് വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് ആകർഷിക്കുകയും അതുപോലെ തന്നെ സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് അനുവാദം കൊടുക്കുകയും ഘട്ടം ഘട്ടമായി രൂപയുടെ സ്വതന്ത്ര വിനിമയം നടത്താനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിപ്ലവകരമായ സാമ്പത്തിക മാറ്റത്തിനാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. വിളയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചു. മുൻ MLA CP മുഹമ്മദ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വിളയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെയും MT വാസുദേവൻ നായരെയും അനുസ്മരിച്ചത്. അനുസ്മരണ സമ്മേളനം മുൻ MLA CP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ എളിമയും അദ്ദേഹത്തിൻ്റെ വിനയവും എല്ലാം പൊതുപ്രവർത്തകന്മാർക്ക് ഒരു മാതൃകയാണ്. 2004 UPA ഗവൺമെൻറ് ഒരിക്കലും ഒരു ഏകകക്ഷി ഭരണമായിരുന്നില്ല. BJP ഒഴികെയുള്ള ഇന്ത്യയിലെ എല്ലാ പ്രധാന കക്ഷികളും അതിൻ്റെ ഭാഗം. വിളയൂർ ഗ്രാമപഞ്ചായത്ത് മണ്ഡലം പ്രസിഡന്റ് A. സജീവ് കുമാർ അധ്യക്ഷനായിരുന്നു. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, CPM
പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നീലടി സുധാകരൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ കണ്ടേങ്കാവ്, BJP പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ബാബു, കമ്മുകുട്ടി എടത്തോൾ, M രാധാകൃഷ്ണൻ, V അഹമ്മദ് കുഞ്ഞി, PK ഗോപിനാഥൻ, T ഷാജി, P വാപ്പുട്ടി, C മണികണ്ഠൻ, K ശശി, മെഹബൂബ്, KV ഉമ്മർ മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിൽ MT വാസുദേവൻ നായരെ അനുസ്മരിച്ചു. പട്ടാമ്പി നഗരസഭയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണം നടത്തിയത്. എക്കാലത്തും സ്മരിക്കപ്പെടുന്ന എഴുത്തുകാരനാണ് MT എന്ന് മുൻ MLA CP മുഹമ്മദ് പറഞ്ഞു. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ചാണ് MT വാസുദേവൻ നായരെ അനുസ്മരിച്ചത്. MT വാസുദേവൻ നായർക്ക് പട്ടാമ്പിയുമായുള്ള ബന്ധം ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു അനുസ്മരണ ചടങ്ങ്. എക്കാലവും ഓർക്കുന്ന സാഹിത്യ പ്രതിഭയാണ് MT വാസുദേവൻ നായരെന്ന് അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവേ മുൻ MLA CP മുഹമ്മദ് അഭിപ്രായപ്പെട്ടു. സാഹിത്യത്തിന് ഭാരതരത്നം കൊടുക്കുകയാണെങ്കിൽ അത് MTക്കാണ് നൽകേണ്ടതെന്നും മരണാനന്തര ബഹുമതിയായെങ്കിലും MTക്ക് ഭാരതരത്നം പുരസ്കാരം നൽകണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പ്രവർത്തനത്തിന്റെ ഭൂമിക വടക്കേ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തോ ആയിരുന്നുവെങ്കിൽ അദ്ദേഹം ലോകത്തിലെ തന്നെ ഒരു ഇതിഹാസമായി മാറുമായിരുന്നു. സ്പോർട്സിൽ സച്ചിൻ ടെണ്ടുൽക്കർക്കും അതുപോലെ സംഗീതത്തിന് സിത്താർ വിദഗ്ധനായ ഉസ്താദ് ബിസ്മില്ലാ ഖാനും അതുപോലെ ബാലമുരളി കൃഷ്ണയ്ക്കും അതുപോലെ ഒരുപാട് പേർക്ക് വിവിധ മേഖലകളിൽ ഭാരതരത്നം കൊടുത്തിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ സാഹിത്യത്തിന് ഭാരതരത്നം കൊടുത്ത ഒന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ അത്തരത്തിലുള്ളൊരു ബഹുമതി കൊടുക്കാൻ ഏക യോഗ്യൻ MT വാസുദേവൻ നായരാണെന്ന് ഞാൻ കരുതുന്നു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. മുഹമ്മദ് മോഹസിൻ MLA, നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി, നഗരസഭാ കൗൺസിലർ KR നാരായണസ്വാമി, ഡോക്ടർ PV രാമൻകുട്ടി, TK നാരായണദാസ്, TVM അലി, T ഗോപാലകൃഷ്ണൻ, CP ചിത്ര, അഡ്വക്കേറ്റ് ഉദയശങ്കർ, KM വാസുദേവൻ മറ്റു വിവിധ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് കാലം എന്ന് പറയുന്ന നോവല് വായിക്കുമ്പോൾ ചെറിയ വിദ്യാർത്ഥിയാണ്. പക്ഷേ സേതുമാധവന്റെ ആ ഒരു ജീവിതവും അതുകൂടെ കടന്നു പോകുന്ന സംഘർഷങ്ങളും ഒക്കെ ഒരുപക്ഷെ നമ്മുടെ തന്നെ സംഘർഷങ്ങളാണോ എന്ന് തോന്നിപ്പോകുന്നത് പോലെ അത് വായിച്ചത് ഞാനിപ്പോഴും ഓർക്കാം. നാലുകെട്ടില് ഒക്കെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ഓരോ ജീവിത സംഘർഷങ്ങൾ, ഓരോ വ്യക്തിയും അവർ കടന്നു പോകുന്ന ജീവിത സംഘർഷങ്ങൾ, അവരുടെ സിസ്റ്റം, ഇപ്പൊ തറവാടിന്റെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, നാട്ടിൽ വരുന്ന ആധുനിക മാറ്റങ്ങൾ, ഇത് വ്യക്തികളെ അല്ലെങ്കിൽ കുടുംബങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ എഴുതുമ്പോൾ തന്നെ തികഞ്ഞ മതനിരപേക്ഷതയോടുകൂടി എല്ലാവരെയും ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന കാഴ്ചപ്പാട് ഉള്ളതുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള എഴുത്തുകളാണ് MTയുടെ എല്ലാ മേഖലയിലും നോക്കിയാൽ. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി പുതിയ കെട്ടിടത്തിന്റെ പെയിന്റിംഗ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ചാലിശ്ശേരി, നാഗലശ്ശേരി, കപ്പൂർ, കടവല്ലൂർ, ആലങ്കോട് പഞ്ചായത്തുകളിലെ 100ഓളം പെയിന്റിംഗ് തൊഴിലാളികളാണ് നന്മയുടെ കെട്ടിടത്തിന് കളറാക്കിയത്. ഞായറാഴ്ച രാവിലെ പെയിന്റിംഗ് വിദഗ്ധരായ നൌഷാദ് മുക്കൂട്ട, PH ഉമ്മർ എന്നിവരുടെ നേതൃത്വത്തിൽ രാവിലെ 6:30 ജോലികൾ ആരംഭിച്ചു. ചാലിശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള 100ഓളം പെയിന്റിംഗ് തൊഴിലാളികളാണ് നന്മയുടെ കെട്ടിടത്തിലെ ചുമരുകൾക്ക് നിറം നൽകിയത്. വെള്ള, കരിമ്പച്ച എന്നീ നിറങ്ങൾ ഉപയോഗിച്ച് 2 ഭാഗങ്ങളായി തിരിച്ചാണ് 10,000 ചതുരശ്രയടി സ്ഥലം 3 മണിക്കൂർ സമയമെടുത്ത് തൊഴിലാളികൾ മനോഹരമാക്കിയത്. ഞങ്ങളിന്ന് 100ഓളം വരുന്ന പെയിന്റിംഗ് തൊഴിലാളികൾ സഹയാത്രയുടെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റിച്ചെടുക്കുക. ഞങ്ങളൊരു പുണ്യ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ പറ്റിയില്ലേ, വളരെ സന്തോഷമാണ്. സുമനസുകളായ മുഹമ്മദ് ഷാഫി അലിക്കര, അഷ്റഫ് ലിവ, ചാലിശ്ശേരി ഖത്തർ കമ്മിറ്റി, മൊയ്തു മാനുക്കാസ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. AM നൌഷാദിന്റെയും ഉമ്മർ ആലിക്കരയുടെയും നേതൃത്വത്തിൽ 30 പേർ ചേർന്ന് കഴിഞ്ഞ ദിവസം കെട്ടിടത്തിന്റെ ഉൾവശം മുൻപ് തന്നെ സൗജന്യമായി പ്രൈമർ ചെയ്തു നൽകിയിരുന്നു. അജയൻ ചാലിശ്ശേരിയായിരുന്നു കളർ ഡിസൈൻ ചെയ്തത്. AM നൌഷാദ്, ഉമ്മർ ആലിക്കര, രാജേഷ്, ഷിഹാബ് TA, സുഭാഷ്, രതീഷ്, മണി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇതൊരു ജനകീയ പെയിന്റിംഗ് നടക്കുന്നത് കാണാൻ വേണ്ടി വന്നതാണ്. വളരെ അത്ഭുതകരമായി തോന്നി. കാരണം 100 കണക്കിന് പെയിന്റിംഗ് തൊഴിലാളികൾ ഇന്ന് കാലത്ത് 6 മണിക്ക് പെയിന്റിംഗ് തുറന്നുകയും ഇതാ ഇപ്പോൾ 9 മണിയായി, 9 മണിക്ക് അത് അവസാനിപ്പിക്കുകയും ചെയ്തു. കെട്ടിട നിർമ്മാണത്തിൻ്റെ പര്യവസാനത്തിലേക്ക് നീങ്ങുകയാണ്. ജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായത്തോടുകൂടി അതിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും ജനാഭിലാഷം പൂവണിയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പാടുപെടുന്ന
ഒരുപറ്റം പ്രവർത്തകന്മാരും നേതാക്കന്മാരുമാണ് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതിലുപരി വളരെ സന്തോഷത്തോടു കൂടിയും ആവേശത്തോടു കൂടിയാണ് അവർ ആ ദൗത്യം ഏറ്റെടുത്തത്. ഇതിൽ പങ്കെടുത്ത മുഴുവൻ പെയിന്റിംഗ് തൊഴിലാളിയെയും സഹയാത്രയ്ക്ക് വേണ്ടി സ്നേഹപൂർവ്വം നന്ദിയും കടപ്പാടും അറിയിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. വാർത്തയിലേക്ക്. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ഫ്രണ്ട് ഓഫീസിൽ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലേക്ക് വിവിധ ആവശ്യങ്ങൾ കൈവരുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷനായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷ പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, K പുഷ്പലത, മറ്റു ഭരണസമിതി അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഫ്രണ്ട് ഓഫീസാണ്. ഹെൽപ്പ് ഡെസ്ക് ആയിട്ടാണ് നമ്മളിന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഇവിടെ വന്നാൽ അടുത്ത അക്ഷയയിലേക്ക് പോയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ 1 ദിവസം 2 ദിവസങ്ങൾ നീണ്ടു വരികയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് ഓഫീസ് കുടുംബശ്രീ മുഖേന്ദ്ര ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത്. ഈ പ്രവർത്തനം ഔപചാരികമായി ഉദ്ഘാടനം. കലാമണ്ഡലത്തിൽ 12 മണിക്കൂർ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന പുതുവത്സരാഘോഷം സംഘടിപ്പിക്കുന്നു. കലാമണ്ഡലം നിള ക്യാമ്പസിൽ ചൊവ്വാഴ്ചയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ പാരമ്പര്യ ശാസ്ത്രീയ കലാരൂപങ്ങളുടെ ഈറ്റില്ലമായ കേരള കലാമണ്ഡലം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പങ്കാളിത്തത്തോടെയാണ് കലാമണ്ഡലം ഡിമിസ്റ്റിഫയിങ് ട്രഡിഷൻസ് എന്ന പേരിൽ പുതുമയാർന്നതും വ്യത്യസ്തവുമായ 12 മണിക്കൂർ പുതുവത്സരാഘോഷം സംഘടിപ്പിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സഹകരണത്തോടെ ഡിസംബർ 31 ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ ജനുവരി 1 പുലർച്ചെ 1 മണി വരെ ഭാരതപ്പുഴയോട് ചേർന്നുള്ള കലാമണ്ഡലം നിള ക്യാമ്പസിൽ വെച്ചാണ് സാംസ്കാരിക സായാഹ്നം അരങ്ങേറുക. കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യ ശാസ്ത്രീയ കലാരൂപങ്ങളായ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം, തുള്ളൽ എന്നീ കലകളെ പരിരക്ഷിക്കുക, പരിപാലിക്കുക, പ്രചരിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യം. പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിരിക്കുന്നതായും പാസുകൾ വാങ്ങുന്നതിന് താൽപര്യമുള്ളവർ കേരള കലാമണ്ഡലം വെബ്സൈറ്റ് സന്ദർശിക്കണമെന്നും കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ പറഞ്ഞു. പരിപാടിക്ക് വേദിയാവുകയാണ് കേരള കലാമണ്ഡലത്തിന്റെ നിള ക്യാമ്പസ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സഹകരണത്തോടുകൂടി പ്രശസ്ത സാമൂഹിക സംരംഭക ശ്രീമതി ലക്ഷ്മി മേനോനും സംഘവുമാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കഥകളിയും കഥകളുടെ പിന്നാമ്പുറങ്ങളും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമാണ് ഈ കൂട്ടായ്മയ്ക്കും ഈ പരിപാടിക്കും പിന്നിൽ. കഥകളുടെ വ്യത്യസ്ത തലങ്ങൾ, വ്യത്യസ്ത വിഷയങ്ങൾ എന്നിവ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കഥകളി ആസ്വാദകരുടെയും കലാമണ്ഡലത്തിന്റെ അഭ്യുദയകാംക്ഷികളുടെയും ഒരു കൂട്ടായ്മ കൂടിയായിരിക്കും ഈ പരിപാടി. CCTV ന്യൂസ് തളി. പെരിങ്ങോട് മതുപ്പുള്ളി കൈപ്പഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിലെ മഹാദേവ മണ്ഡപത്തിന്റെയും രാജഗോപുരത്തിന്റെയും കൈപ്പഞ്ചേരി മ്യൂറൽസിന്റെയും വാർഷികാഘോഷങ്ങളും നടപ്പുര സമർപ്പണവും ചൊവ്വാഴ്ച നടക്കും. ചടങ്ങിനോടനുബന്ധിച്ച് മഹാദേവ പുരസ്കാരം സമ്മാനിക്കൽ, ആദരിക്കൽ ചടങ്ങ്, ക്ഷേമ പെൻഷൻ വിതരണ ഉദ്ഘാടനം എന്നിവയും നടക്കും. കാലത്ത് 6 മണിക്ക് നടക്കുന്ന അഗ്നിഹോത്രം ചടങ്ങിനു ശേഷം നടപ്പുര ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. പൂമുള്ളി വാസുദേവൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. തുടർന്ന് സോപാന സംഗീതം, 8 മണിക്ക് പഞ്ചവാദ്യം എന്നിവയും നടക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് പൂമുള്ളി നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പൂമുള്ളി വാസുദേവൻ നമ്പൂതിരിപ്പാട് പുരസ്കാരം സമർപ്പിക്കും. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ MP മണി പുരസ്കാരം ഏറ്റുവാങ്ങും. ചടങ്ങിൽ ക്ഷേമ പെൻഷൻ വിതരണോദ്ഘാടനവും തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് T. സുഹറ നിർവഹിക്കും. ചാഴിയാട്ടിരി സെന്റർ ഗ്രാമോത്സവം ചാഴിയാട്ടിരി സെന്ററിൽ ശശിയുടെ വീട്ടുമുറ്റത്ത് നടന്നു. 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഏറ്റവും പ്രായം കൂടിയ 95 വയസ്സുള്ള ശിവശങ്കരൻ നായർ വട്ടേക്കാട് ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ പ്രവീൺ കണ്ടംപുള്ളിയുടെ അധ്യക്ഷതയിൽ കൺവീനർ സലാം പാമ്പലത്ത് സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർമാൻ CV ശശി, ജോയിന്റ് കൺവീനർ ശോഭന, AV വിനോദ്, പ്രമുഖ വ്യവസായി AP ജാഫർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ 70 വയസ്സ് പ്രായമായ എല്ലാ അംഗങ്ങളെയും സെറ്റുമുണ്ടും കസവുമുണ്ടും നൽകി ആദരിച്ചു. ഗ്രാമത്തിലെ പ്രഗത്ഭനായ മദ്ദള കലാകാരൻ തൃശൂർ ശശിയെ പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു. ഗ്രാമത്തിലെ 90 വയസ്സ് തികഞ്ഞ 5 പേരെ അവരുടെ വീട്ടിൽ ചെന്ന് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. സംഘാടക സമിതി ട്രഷറർ KV ഹരിദാസ് നന്ദി പറഞ്ഞു.
ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച ചെറുതുരുത്തി പുതുശ്ശേരി ശ്മശാന കടവിൽ വെച്ച് നിലമ്പൂർ വഴിക്കടവ് സ്വദേശിയായ സൈനുൽ ആബിദിന്റെ കൊലപാതകത്തിലെ പ്രതികളെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ആദരിച്ചത്. ചെറുതുരുത്തി പുതുശ്ശേരി സ്വദേശികളായ 6 പേരെ കോയമ്പത്തൂരിൽ നിന്നും കോഴിക്കോട് നിന്നും 24 മണിക്കൂറിനുള്ളിൽ പിടികൂടിയ ചെറുതുരുത്തി CI അനന്തകൃഷ്ണൻ മറ്റ് പോലീസ് ഓഫീസർമാരെയുമാണ് ചെറുതുരുത്തി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പൊന്നാടയും മൊമന്റയും നൽകി ആദരിച്ചത്. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ജനകീയ കൂട്ടായ്മ പ്രതിനിധി MV കുഞ്ഞിത്തു അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ നേതാക്കളായ ഷാജി പള്ളം, കേശവൻ, ഡോക്ടർ ഇബ്രാഹിം, PN അനിൽ, TS അഷ്റഫ്, അനന്തകൃഷ്ണൻ, സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയ കൂട്ടായ്മ പ്രതിനിധി AK ഹരിദാസ് സ്വാഗതവും അഡീഷണൽ SI സാജൻ നന്ദിയും പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊലപാതകം, ക്രൂരമായൊരു കൊലപാതകം ഉണ്ടായി. അത് പോലീസിൻ്റെ ജോലിയാണ് പ്രതികളെ കണ്ടുപിടിക്കുന്നത്, അവരെ നിയമത്തിന് മുൻപിരിക്കുന്നത്. ആ ജോലി നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് മാത്രമേ ഉള്ളൂ. അതിനൊപ്പം നമ്മുടെ ഇത് ഒരു ഓഫീസറുടെ ഒരു നേട്ടമൊന്നുമല്ല. ഇതിനൊപ്പം പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ടീമായിട്ടാണ് നമ്മുടെ കാസർഗോഡ് പറഞ്ഞ ഒരു ടീമായിട്ട് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ ഈ കുറ്റകൃത്യത്തിലും മാത്രമല്ല എല്ലാ കുറ്റകൃത്യത്തിലും പ്രതികളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ചെയ്യാറുണ്ട്. ഇതിൽ നമ്മുടെ SI നിബില്, സുഭാഷ് SI, അതുപോലെ ജയകൃഷ്ണൻ, ജയകുമാർ, അതുപോലെ പോലീസ് സ്റ്റേഷനോട് ഒരു പ്രതിനെ പിടിക്കുന്നത് പുറകിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും മാത്രമല്ല ഒരു കേസ് കൃത്യം പ്രതി ശിക്ഷിക്കുന്നതിന് വേണ്ട ചെയ്യേണ്ടത്. അതിനായിട്ട് കുറേ ഡോക്യുമെൻറ്റേഷൻ വർക്കുകളും മറ്റു കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, കോടതിയായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും. അപ്പോൾ ഓരോ പോലീസ് ഉദ്യോഗസ്ഥൻ്റെയും പങ്ക് ഇതിൽ പ്രധാനമാണ്. ഇവിടെ തന്നെ നമ്മളിപ്പോൾ പൊതുസമൂഹത്തെ ഒന്നടങ്കം വിളിച്ചാണ്, ഇവിടെ രാഷ്ട്രീയ ഭേദമന്യേ ഞാൻ വിളിച്ചാണ്, എല്ലാവരും വിളിച്ചിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു അത് നമുക്ക് ചെയ്യണമെന്നല്ല. ആരും മുന്നോട്ട് വരാൻ തയ്യാറാവണില്ല. എന്തുകൊണ്ട് തയ്യാറാവണില്ല? അവർക്ക് നമ്മളൊരു പ്രോത്സാഹനം കൊടുക്കാതെ നമ്മളൊരു വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പോലീസിനെ വിളിക്കണം. 1 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അവരവിടെ ഓടിയെത്തണം. സ്വന്തം ജീവൻ പോലും പോകുന്നുള്ളവർ ചിന്തിക്കുന്നില്ല. ആർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യണത്? നമുക്ക് ഓരോരുത്തരും വേണ്ടി നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന അവരാണ്. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല, പിന്നെ ആരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക? ഡിവൈഎഫ്ഐ തൃത്താല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. വട്ടേനാട് LP സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി കലാമണ്ഡലം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KA പ്രയാൺ അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി TP ഷെഫീഖ്, CPIM ഏരിയ സെക്രട്ടറി TP മുഹമ്മദ്, P അനൂപ്, ഗീതു എന്നിവർ സംസാരിച്ചു. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.